ഏത് മുഅ്ജിസത്തുകളും ആ പ്രവാചകന്മാരുടെ എന്തല്ല, കഴിവല്ല. അതിന്റെ തെളിവാണിപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കേട്ട ഒന്നാമത്തെ തെളിവ് അതന്നെയാണ്. അപ്പൊ സാധാരണയായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ന്യായം പറയുന്നത് ഞങ്ങളൊന്നും അള്ളാഹുവിനെ പോലെയുള്ള കഴിവ് ഇവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല, പിന്നെയോ അള്ളാഹ് കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, സഹായം തേടുന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുഹീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്? അത് മുഹീദ്ദീൻ ശൈഖിന് സ്വന്തം കഴിവില്ല, അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കും, അള്ളാഹു അവർക്ക് എന്ത് കഴിവാ കൊടുത്തത്? അപ്പൊ അവർ പറയും മുഅ്ജിസത്തും കറാമത്തും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് അടിസ്ഥാനപരമായിട്ട് ഈ വിഷയം, ഇപ്പൊ ഈ ചോദിച്ച ഈ വിഷയം നമ്മൾ പഠിക്കേണ്ടത്. മുഅ്ജിസത്തും കറാമത്തും എന്ന് പറയുന്നത് അള്ളാഹു ആർക്കെങ്കിലും ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും വിട്ടുകൊടുക്കുന്ന അവരുടെ കഴിവല്ല. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതെന്നാണ്. സൃഷ്ടികളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതാണ് മുഅ്ജിസത്തും കറാമത്തും. സൃഷ്ടികളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് മുഅ്ജിസത്തും കറാമത്തും എന്ന് പറയൂല. അപ്പൊ പിന്നെ സൃഷ്ടിക്ക് ചെയ്യാൻ കഴിയൂല എന്ന് ഉറപ്പായില്ലേ? അപ്പൊ പിന്നെ ആരാത് ചെയ്യുന്നത്? അള്ളാഹു. ആരിലൂടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ പ്രവാചകനോ വലിയനോ ഉള്ള പ്രത്യേകത. ഒരു നബിയിലൂടെ വെളിപ്പെടുന്നു, അതാ നബിക്കുള്ള മുഅ്ജിസത്താണ്. ഒരു വലിയിലൂടെ വെളിപ്പെടുന്നു, അതാ വലിയനുള്ള കറാമത്താണ്. ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു. മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്നുള്ള പ്രവൃത്തി ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അള്ളാഹു അതിനുള്ള കഴിവ് ആർക്ക് വിട്ടുകൊടുക്കുന്നില്ല? ഈസാ അലൈഹി ഇസ്ലാമിന് വിട്ടുകൊടുക്കുന്നില്ല. മറിച്ച് എന്തേ സംഭവിക്കുന്നുള്ളൂ? ഈസാ അലൈഹി ഇസ്ലാമിന് കഴിയാവുന്ന കാര്യം ഈസാ നബി അലൈഹി ഇസ്ലാം ചെയ്യുന്നു. മനുഷ്യന്റെ കഴിവിൽ പെട്ടതുകൊണ്ട് പെടാത്തതുകൊണ്ട്. ഈസാ നബിക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം എന്താണ്? ശവത്തെ അടക്കിയിട്ടുള്ള ഖബറിന്റെ കല്ലറയുടെ സമീപത്ത് പോയി ഇരുന്നു കൊണ്ട് യാ ഫുലാൻ, ഇന്ന വ്യക്തി എഴുന്നേൽക്കൂ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എന്ന് പറയുക. അതാരുടെ കഴിവാ? ഈസാ അലൈഹി ഇസ്ലാമിന്റെ കഴിവാണ്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ കഴിവാണെന്ന് പറയുമ്പോൾ അവിടെ പോലും മൗലവിമാര് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. എന്താ പറയാറ് അറിയോ? കണ്ടോ, ഇവർക്ക് അള്ളാഹ് കൊടുക്കാത്ത സ്വന്തം ചില കഴിവൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകളാ അവര്. അങ്ങനെ നമ്മൾ ആരോ പറഞ്ഞു ഇവിടെ അത് ഈസാ നബിയുടെ കഴിവാന്ന് പറയുമ്പോൾ അത് അള്ളാഹ് പ്രകൃത്യാ തന്നെ പണ്ടേ കൊടുത്തിട്ടുള്ള കഴിവാണ്. അതാണ് മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത്. ആ കഴിവ് മനുഷ്യനുള്ളതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നമ്മളോട് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ അവസാനിച്ചു. ഈസാ നബി അലൈഹി ഇസ്ലാം അവിടെ എന്തുമാത്രം ചെയ്യുന്നുള്ളൂ? എഴുന്നേൽക്കൂന്ന് പറയുന്നതോടുകൂടി ജീവൻ ആ വസ്തുവിൽ ഇട്ട് അത് എഴുന്നേൽക്കുക എന്നുള്ള പ്രവർത്തനം ആരല്ല ചെയ്യുന്നത്? ഈസാ നബി അല്ല ചെയ്യുന്നത്. അതാരാ ചെയ്യുന്നത്? അള്ളാഹ് മാത്രം. ഇതേപോലെ എല്ലാം കണക്കാക്കിയത്.